ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിലാണ്. ഇവിടെ മുംബൈ കോട്ടൺ ഫെസ്റ്റ് നടക്കുവാണ്. എല്ലാ വർഷങ്ങളിലും തന്നെ പൊതുവെ ഇവിടെ ഇങ്ങനെ ഓണത്തിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ എക്സിബിഷൻ സ്റ്റോൾസ് ഓപ്പൺ ചെയ്യാറുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ടില്ലായിരുന്നു. കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആയിരുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ വർഷം എന്തായാലും അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഡ്രസ്സുകളുണ്ട്, ചെരുപ്പ്, കമ്മൽ, കളിപ്പാട്ടങ്ങൾ, ബാഗുകൾ, ബജ്ജി, പിന്നെ പായസം, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന വോയിസ് ഒന്നും ക്ലിയർ ആയിരുന്നില്ല. സോ നമ്മൾ അതുകൊണ്ട് വോയിസ് രണ്ടാമത് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ കുറേ നല്ല നല്ല കമ്മൽ കിടപ്പുണ്ട്. കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊരു ചെരുപ്പിൻ്റെ സെക്ഷനായിരുന്നു. പിന്നെ ചുരിദാർ മെറ്റീരിയൽസ്, ഞാനിവിടെ ഒരു ചുരിദാർ മെറ്റീരിയൽ നോക്കി. ടോപ്പുകൾ, ജീൻസ്, കുട്ടികളുടെ ഡ്രസ്സുകൾ, അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്. നല്ല നല്ല ടോപ്പ് കിടപ്പുണ്ട് കേട്ടോ. അതായത് ഈ കുർത്ത ടൈപ്പും പിന്നെ ഈ ജീൻസിൻ്റെ ടോപ്പൊക്കെ ഇല്ലേ, ചെറിയ ടോപ്പുകൾ, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്. ഒരിടത്തും അധികം നേരം നിൽക്കുന്ന വീഡിയോ നമ്മളങ്ങനെ എടുത്തില്ല. കാരണം ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. അതുമാത്രമല്ല, നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുതല്ലോ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തിരക്കുമുണ്ട്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് കരുതി നമ്മൾ ഒരുപാട് വീഡിയോസും അങ്ങനെ എടുത്തിട്ടില്ല. ഈ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് ഓണത്തിൻ്റെ ടൈമിൽ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ആ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നതുകൊണ്ട്. അതുകൊണ്ട് വീഡിയോ ഇപ്പോൾ ലേറ്റായിട്ടാണ് വരുന്നത്. ആ സമയത്തുള്ള ഷോപ്പുകളാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇവിടെ മോതിരങ്ങളും മാലയും വളയും എല്ലാം ഉള്ളൊരു ഷോപ്പാണിത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇവിടെയും ഉണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ഇതൊരു സൈക്കിളൊക്കെ വിൽക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. ഞങ്ങളിവിടെ വീഡിയോ എടുത്ത് വരുന്നത് കണ്ടപ്പോൾ ആ ചേട്ടൻ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ ബെഡൊക്കെ ഇരിക്കുന്ന വീഡിയോ കവർ ചെയ്യണം, അവർക്ക് ഫർണിച്ചറൊക്കെ ഉണ്ട്, ബെഡൊക്കെ 30% ഡിസ്കൗണ്ടിൽ ഫ്രീ ഡെലിവറി ചെയ്യുന്നൊക്കെ പറഞ്ഞു. പിന്നെ ബെഡിന് മാത്രമല്ല ഫർണിച്ചറിനും ഒക്കെ നല്ല ഓഫറുണ്ട് എന്നാണ് ആ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് പറഞ്ഞു. പിന്നെ അവിടെ ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ബോൾ വെച്ച് എറിഞ്ഞ് കപ്പൊക്കെ താഴെ ഇടില്ലേ, ആ ഗെയിമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒരു ചെറിയ കൊച്ചു നിന്ന് ബോളൊക്കെ എറിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. ഒറ്റ ബോളി എല്ലാം താഴെ ഇട്ടാൽ ഒരു സ്പീക്കർ സെറ്റ്, 2 ബോളിനാണ് താഴെ ഇടുന്നതെങ്കിൽ ഒരു ടെഡി ബിയർ, 3 ബോളിനാണെങ്കിൽ ഒരു ചെറിയ കീ ചെയിൻ, അങ്ങനെയാണ് അവിടെ അവർ പറയുന്നത്. പിന്നെയും മുന്നോട്ട് നടന്നപ്പോൾ ഇവിടെ കൈത്തറി മുണ്ടും ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ട്.
പിന്നെ ഇവിടെ പാലട കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിലുള്ളത് കൂത്താമ്പള്ളി അവരുടെ ഡ്രസ്സുകളൊക്കെയാണ്. കൂത്താമ്പള്ളി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ കൈത്തറി തുണികളാണ് അവരുടെ മെയിൻ എന്ന്. അവരുടെ സാരിയും സെറ്റ് മുണ്ടും ബെഡ്ഷീറ്റ് അങ്ങനെ കുറേ ഐറ്റംസാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ധാവണി സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഇവിടെയും ഉണ്ട്. ഷോപ്പുകൾ ഇവിടെ തീരുന്നില്ല കേട്ടോ, അങ്ങ് അറ്റം വരെ ഷോപ്പുകളുണ്ട്. ഇവിടെ തൊപ്പികളും പെർഫ്യൂമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പേനകളും പെൻസിലുകളും അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 10 ചെടിച്ചട്ടികൾ 100 രൂപ. പിന്നെ ഓരോ സൈസ് കൂടുന്നതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. 10 ചെടിച്ചട്ടി 100 രൂപ പോലെ തന്നെ 5 ചെടിച്ചട്ടി 100 രൂപയ്ക്കുണ്ട്, 2 ചെടിച്ചട്ടി 100 രൂപയ്ക്കുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഷർട്ടുകൾ, സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. എല്ലാം നമ്മൾ എടുക്കുന്നില്ല, കാരണം ഡ്രസ്സിൻ്റെ തന്നെ കുറേ കടകളുണ്ട്. അതുകൊണ്ട് എല്ലാം നമ്മൾ കവർ ചെയ്യുന്നില്ല. ഒരുവിധം എല്ലാത്തിനും റേറ്റും കുറവാണ് കേട്ടോ ഇവിടെ. ഒരുപാട് നല്ല നല്ല കളക്ഷനും ഉണ്ട്. ഇവിടെ ഒരുപാട് കമ്മലിൻ്റെ വെറൈറ്റീസ് വീണ്ടും ഉണ്ട്. ജിമിക്കുകൾ, സ്റ്റഡ് അങ്ങനെ ഒരുപാട് കമ്മലുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ പിന്നെ കുറേ ചെറിയ ടോപ്പുകൾ കിടപ്പുണ്ട് കേട്ടോ. പലാസോ അങ്ങനെ എല്ലാം ഇവിടെ കിടപ്പുണ്ട്. നല്ല ഓഫറിലാണ് കേട്ടോ ഇതൊക്കെ കിടക്കുന്നത്. മുളയുടെ പുട്ടുകുറ്റിയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുക്കറിൻ്റെ മേലെ വെച്ച് പാകം ചെയ്യാൻ പറ്റുന്നതാണത്. സെറ്റ് മുണ്ടൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാനൊരു സെറ്റ് മുണ്ട് നോക്കിയിരുന്നു. നല്ല റേറ്റ് കുറവ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കളക്ഷനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓണം പർച്ചേസിംഗ് ഒക്കെ നേരത്തെ നടത്തിയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ നിന്നൊന്നും വാങ്ങാഞ്ഞത്. ഞാൻ ഉപയോഗിക്കുന്ന കുർത്തകളും ചുരിദാർ മെറ്റീരിയൽസും എല്ലാം പൊതുവേ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ആ ഷോപ്പ് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇവിടെ വലിയ കാർപ്പറ്റുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ജെൻസിൻ്റെ ഖാദി കുർത്തകളാണ് നിറയും. ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം. പാളയിലും മറ്റുമാണ് ഈ പൂക്കൾ ചെയ്തിരിക്കുന്നത്, സ്റ്റാൻഡ് മുളയിലും. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് 500 രൂപ, ഇത് 350 രൂപ. ഇതിങ്ങനെ ഫുൾ സെറ്റായിട്ടായിരിക്കും കേട്ടോ. സിംഗിൾ പീസ് ആണെങ്കിൽ ഒരെണ്ണം 30 രൂപ. ഇവിടെയും ഡ്രസ്സുകളും പാത്രങ്ങളും ബാഗുകളും ഒക്കെയാണ്. എല്ലായിടത്തും പോയി എടുക്കാത്തത് ഒരുപാട് റിപ്പീറ്റേഷൻ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.